നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വൺ ക്ലാസ് അക്വയർസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. അതായത് ഒരു ക്ലാസ്സിന് മറ്റൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും എല്ലാം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ മക്കളായ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ ഉദാഹരണമായി നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മളെ പാരൻസിൻ്റെ കളർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരു പാരൻറ്റിൽ നിന്നും ഒരു ചൈൽഡിലോട്ട് ലഭിക്കുന്ന പ്രോപ്പർട്ടീസിനെ, ഇങ്ങനെ പ്രോപ്പർട്ടീസ് ലഭിക്കുന്നതിനെ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം. സോ ഇതിനെ നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പാരൻറ്റിനെ നമുക്ക് പാരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്, അതുമല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് വിളിക്കാം. ഈ ചൈൽഡിനെ നമുക്ക് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കാം. പ്രോപ്പർട്ടീസിനെ നമുക്കറിയാം, നമുക്ക് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് നമ്മൾ ക്ലാസ്സിനുള്ളിൽ എഴുതുന്ന ആട്രിബ്യൂട്ട്സും മെത്തേഡ്സുമായി നമുക്ക് കണക്കാക്കാം. സോ ഇങ്ങനെ ഒരു ചൈൽഡ് ക്ലാസ് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും നേടുന്നതിനെ, അത് ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് പാരൻറ്റ് ക്ലാസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ഇൻഹെറിറ്റൻസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് കോഡ് റീയൂസബിലിറ്റിയാണ്. സോ നമുക്ക് ഒരുപാട് തവണ കോഡുകൾ വീണ്ടും വീണ്ടും ഒരേ തരത്തിലുള്ള കോഡുകൾ എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൽ എഴുതി കഴിഞ്ഞാൽ അത് ചൈൽഡ് ക്ലാസ്സിനും എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത് ഇൻക്രീസ് റീഡബിലിറ്റിയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതിയ കോഡ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതെന്ന് പറയുന്നത് ഈസി മോഡിഫിക്കേഷനാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൽ നമുക്ക് ചേഞ്ചസ് വരുത്തിയാൽ മതി, അത് തുടർന്നുള്ള എല്ലാ ചൈൽഡ് ക്ലാസ്സിലും ഓട്ടോമാറ്റിക്കായി അപ്ലൈ ആവുന്നതായിരിക്കും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അവിടുത്തെ ആളുകളുടെ നെയിമും അതുപോലെ അവരുടെ ഫോൺ നമ്പറും എൻ്റർ ചെയ്ത് അത് ഷോ ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നമ്മൾ ആദ്യമായി പേഴ്സൺ എന്ന് പറയുന്ന ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. സോ ഈ 3 കാറ്റഗറിയായി നമ്മൾ ചൈൽഡ് ക്ലാസ് ആയി ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ ചൈൽഡ് ക്ലാസ്, ഈ പേഴ്സൺ ക്ലാസ്സിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസും മെത്തേഡ്സും എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്ന്, എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യമായി ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ മെയിൻ ക്ലാസ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ജാവ ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് നെയിം ചോദിക്കും, ഞാനിവിടെ പേഴ്സൺ എന്ന് കൊടുക്കുന്നു. സോ നമ്മുടെ പേഴ്സൺ ഡോട്ട് ജാവ എന്ന് പറയുന്ന പുതിയൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നു, പബ്ലിക് ക്ലാസ് പേഴ്സൺ. സോ ഇതിനുള്ളിൽ ഞാൻ കൊടുക്കുന്നത് സ്ട്രിങ്, പേര് സ്റ്റോർ ചെയ്യുന്നതിന് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. അതുപോലെ ഫോൺ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് ഇൻറ്റ് ഫോൺ എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന പേരും ഫോൺ നമ്പറും കാണിക്കുന്നതിനുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ പബ്ലിക് വോയിഡ് മെത്തേഡ് നെയിം ഞാൻ ഷോ അഡ്രസ് എന്ന് കൊടുക്കുന്നു. അതിനുള്ളിൽ ഞാൻ എസ് ഔട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. ആദ്യമായി നമ്മൾ നെയിം പ്രിൻ്റ് ചെയ്യുന്നു, നെയിം. ശേഷം ഞാൻ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. അതിനുശേഷം നെയിം വേരിയബിൾ കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ഫോൺ നമ്പർ പ്രിൻ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഫോൺ, അതിനുശേഷം പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഫോൺ എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ പാരൻറ്റ് ക്ലാസ് ആയ പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ക്ലാസ്, ശേഷം നമ്മൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. ഞാനിവിടെ ടീച്ചേഴ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കണം. സോ ഞാനിവിടെ എക്സ്റ്റെൻസ്. അതിനുശേഷം നമ്മൾ ഏത് ക്ലാസ്സിനെയാണ് നമ്മൾ പാരൻറ്റ് ക്ലാസ് ആക്കുന്നത് ആ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. സോ ഞാനിവിടെ പാരൻറ്റ് ക്ലാസ് ആക്കാൻ പോകുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സാണ്. സോ ഞാനിവിടെ പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ് നെയിം കൊടുക്കുന്നു. ശേഷം ഞാൻ ഇതുപോലെ ഒരു ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ശേഷം എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത് നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ പേര് ഇതുപോലെ കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇൻഹെറിറ്റൻസ് സാധ്യമാവുകയുള്ളൂ. സോ നമ്മൾ അടുത്തതായി മറ്റൊരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ്. അടുത്തത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ക്ലാസ് ആയിരുന്നു. സ്റ്റുഡൻസ് എക്സ്റ്റെൻസ് പേഴ്സൺ. അതുപോലെ നമ്മൾ മറ്റൊരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ് സ്റ്റാഫ്സ് എക്സ്റ്റെൻസ് പേഴ്സൺ. സോ ഇപ്പോൾ നമ്മളൊരു പേഴ്സൺ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും കൊടുത്തു.
ശേഷം നമ്മൾ 3 ചൈൽഡ് ക്ലാസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, സ്റ്റാഫ്സ് എന്ന് പറയുന്ന 3 ചൈൽഡ് ക്ലാസ്, പേഴ്സൺ എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിന് താഴെയായി ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും സ്റ്റാഫ്സിൻ്റെയും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി ടീച്ചേഴ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് നെയിം T1 എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു ന്യൂ ടീച്ചേഴ്സ്. സോ നമ്മൾ ആദ്യമായി ടീച്ചേഴ്സിൻ്റെ T1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. സോ നമുക്കിനി അതിലെ ഓരോ ഡാറ്റാസും ആക്സസ് ചെയ്ത് നോക്കാം. T1 ഡോട്ട്. സോ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിലെ ആട്രിബ്യൂട്ട്സ് ആയ നെയിം, ഫോൺ, അതുപോലെ ഷോ അഡ്രസ് എന്ന് പറയുന്ന മെത്തേഡെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സോ ഞാൻ ആദ്യമായി നെയിം ഈസ് ഈക്വൽ ടു ജോൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ T1 ഡോട്ട് ഫോൺ ഈക്വൽ ടു 12345 എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ T1 ഡോട്ട് അതിലെ ഒരു മെത്തേഡായ ഷോ അഡ്രസ് ഞാൻ ആക്സസ് ചെയ്യുന്നു. സോ നമുക്കിനി ഇതൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത നെയിം ജോൺ, അതുപോലെ ഫോൺ 12345 എന്ന് നമുക്കിവിടെ ലഭിക്കുന്നു. സോ നമ്മളിവിടെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ക്രിയേറ്റ് ചെയ്തത് പേഴ്സൺ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിലായിരുന്നു. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ചൈൽഡ് ക്ലാസ്സിലായിരുന്നു. അതിനുശേഷം നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന പാരൻറ്റ് ക്ലാസ്സിലെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും നമ്മളിവിടുന്ന് ആക്സസ് ചെയ്തു. സോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എക്സ്റ്റൻസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ പേര് കൊടുക്കേണ്ടതാണ്. സോ നമുക്ക് മറ്റു 2 ഒബ്ജക്റ്റുകൾ കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ സ്റ്റാഫ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. S1 ഈക്വൽ ടു ന്യൂ സ്റ്റാഫ്സ്, S1 ഡോട്ട് നെയിം അനിൽ, S1 ഡോട്ട് ഫോൺ 456789, S1 ഡോട്ട് ഷോ അഡ്രസ് മെത്തേഡ് കൂടി നമ്മൾ ആക്സസ് ചെയ്തു. അതുപോലെ നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ സ്റ്റുഡൻസ് T1 ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻസ്, S1 ഡോട്ട് നെയിം ഈക്വൽ ടു അജിത്, S1 ഡോട്ട് ഫോൺ ഈക്വൽ ടു 98765, S1 ഡോട്ട് ഷോ അഡ്രസ് എന്ന് പറയുന്ന മെത്തേഡ് കൂടി നമ്മൾ ആക്സസ് ചെയ്തു. സോ നമ്മളിപ്പോൾ 3 ചൈൽഡ് ക്ലാസ്സിലും ഓരോ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഡാറ്റാസ് ഫീഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഷോ അഡ്രസ് എന്ന് പറയുന്ന മെത്തേഡ് ആക്സസ് ചെയ്തു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ആദ്യത്തെ ടീച്ചേഴ്സ് ക്ലാസ്സിലെ നെയിം ജോൺ, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 12345. അതിനുശേഷം സ്റ്റാഫ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അനിൽ, അവരുടെ നമ്പർ, അതുപോലെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത അജിത്, അവരുടെ നമ്പർ. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു പാരൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിന് താഴെ നമുക്കിതുപോലെ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.